ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ് ധ്യാന വിഷയമായിട്ട് നമുക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതൊരു ഓർമ്മ തിരുനാൾ കൂടിയാണ്. പരിശുദ്ധ കന്യകാമറിയം തിരുസഭയുടെ അമ്മ. ഏതാനും നാളുകൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു മലയാളം സിനിമയുണ്ട്. എൻ്റെ പേര് ഓം എന്ന. ഒത്തിരി ധ്യാന വിചാരങ്ങൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് തരുന്ന ഒരു സിനിമയാണ്. ആ കുടുംബത്തിലെ ഇളയ മകൻ്റെ ഒരു ഡയലോഗുണ്ട്, ഒരു ഫ്രിഡ്ജ് ഡയലോഗ്. ഫ്രിഡ്ജിലും അതെ, ഫോണിലും അതെ, അകത്തൊന്നുമില്ലെന്നറിയാമെങ്കിലും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ മനസ്സിനൊരു വിഷമമാണ്. ആഴമില്ലാത്ത, ഉള്ളമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതമാകുന്ന ഒരു സംസ്കാരത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ മനസ്സുണ്ടോ? ഇല്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തിൻ്റെ അവസാനം നോക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഉദാഹരണം മൊബൈൽ തന്നെ. റീൽസിലൂടെയൊക്കെ നമ്മുടെ ഈ തലമുറ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ ഉള്ളമില്ലാത്ത, ഒരുപക്ഷെ ആത്മാവില്ലാത്ത, ആഴമില്ലാത്ത ഒരു ജീവിത സംസ്കാരത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ മനസ്സവിടെയുണ്ടോ? അറിയില്ല. സ്നേഹിക്കുന്നുണ്ടോ? ഊഷ്മളതയുണ്ടോ? അറിയില്ല. പഠിക്കുന്നുണ്ട്, മനസ്സ് മറ്റെവിടെയാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ആത്മാവ് പലപ്പോഴും നഷ്ടമാകും. സമ്പാദ്യമുണ്ടോ? ഉണ്ട്. സമാധാനമില്ല. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, സ്നേഹമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അച്ഛാ. എൻ്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ കുടുംബത്തെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഒരുതരം നിർവികാരതയാണ്. ഒരുപക്ഷെ എനിക്ക് പേടി ഞാൻ അഭിനയിക്കുകയാണോ എന്നുള്ള എനിക്ക് പേടി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ അമ്മയെ തിരുസഭയുടെ അമ്മയായിട്ട് ഈശോ കുരിശൻ ചുവട്ടിൽ വെച്ച് യോഹന്നാന് കൊടുക്കുന്നത്. ഇതാ നിൻ്റെ അമ്മ. ചെയ്യുന്ന കാര്യങ്ങൾ ഉള്ളം കൊണ്ട് ചെയ്ത അമ്മ, ഹൃദയവിചാരത്തിൽ മുഴുകുന്ന ഒരമ്മ. നസ്രത്ത് മുതൽ കാൽവരി വരെ താൻ പറഞ്ഞതിലും താൻ ചെയ്യുന്നതിലും മുഴുകിയ ഒരമ്മ, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ, ഹൃദയത്തിൽ നിന്ന് ചെയ്ത ഒരമ്മ. ഇപ്പോൾ ബന്ധങ്ങളിൽ ആത്മാവും ഉള്ളവും ആഴവുമില്ലാത്ത ഈ ഒരു കാലഘട്ടം ഒരുപക്ഷെ പരിശുദ്ധ അമ്മ നമുക്കൊരു ധ്യാനവും നമുക്കൊരു വെല്ലുവിളിയും കൂടിയാണ്. മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞ ഒരു യഹൂദ പെൺകുട്ടിയല്ല ഇന്ന് സുവിശേഷത്തിൽ കുരിശിൻ്റെ താഴെ കാൽവരിയുടെ നെറുകയിൽ നിൽക്കുന്നത്. പക്വത പ്രാപിച്ച ജീവിത ദുരന്തങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി ജനന മരണങ്ങൾ കണ്ട്, ചിരിയും കണ്ണീരും കണ്ട്, കഥനങ്ങളും സന്തോഷവും കണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ പരിശുദ്ധ അമ്മ ചെയ്യുന്നൊരു കാര്യം അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 2 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട്. പൂജരാജാക്കന്മാർ ഉണ്ണിയെ കാണാൻ വന്നപ്പോഴും ദേവാലയത്തിൽ ഈശോ നഷ്ടപ്പെടുമ്പോഴും ആ പശ്ചാത്തലത്തിലൊക്കെ എല്ലാം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ധ്യാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, പ്രശ്നങ്ങൾക്ക് പലതിനും പരിഹാരവും കിട്ടുന്നില്ല എന്ന് തോന്നിച്ചപ്പോൾ എല്ലാം ഹൃദയത്തിൽ പരിശുദ്ധ അമ്മ സംഗ്രഹിച്ചു. ധ്യാനത്തിലേക്ക് വീണു. കാരണം അതിൻ്റെ പുറകിൽ ദൈവമുണ്ട്. എനിക്കുത്തരം കിട്ടുന്നില്ലെങ്കിൽ ആ ഉത്തരം ഞാൻ കണ്ടുപിടിക്കേണ്ട. ദൈവം എൻ്റെ പുറകിലുണ്ടെങ്കിൽ അവൻ സാവധാനം എനിക്ക് ഉത്തരം തരും. സാവകാശം അവൻ എനിക്ക് പ്രതിസന്ധിക്ക് പരിഹാരം തരും. ഞാൻ ധ്യാനത്തിലേക്ക് വീഴണം, ദൈവിക ചിന്തയിലേക്ക് വീഴണം. അങ്ങനെയുള്ളൊരു അമ്മയെയാണ് യഥാർത്ഥത്തിൽ ഇത്ര സന്തോഷപ്രദമായ, ഇത്ര ആനന്ദദായകമായ ഒരു നിമിഷമാണത്. യോഹന്നാനെ അമ്മയെ നൽകിക്കൊണ്ടു. ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ്റെ മാത്രമല്ല, സഭയുടെ അമ്മയായിട്ടാണ് നൽകുന്നത്. കാരണം അവൾ ജീവിതത്തിൻ്റെ എല്ലാ തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തന്നെ കണ്ടെത്തി. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും അവൾ തന്നെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ ഒരാൾക്കാണ് സഭയെ നയിക്കാൻ സാധിക്കുക, അപ്പോസ്തലന്മാർക്ക് കൂട്ടായിരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ സഭയുടെ അമ്മയായിരിക്കാൻ സാധിക്കുക. കാരണം തിരുസഭ ഈശോയുടെ മരണത്തിന് ശേഷം ഞെരുക്കങ്ങളുടെയും പീഡകളുടെയും കാലത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇങ്ങനെയുള്ള സഹനത്തിൻ്റെ തീച്ചൂളയിൽ വാർത്തെടുത്ത ചില മനുഷ്യർക്ക് മാത്രമേ അപ്പോസ്തലന്മാരെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ സാധിക്കുന്നത് ഈശോയ്ക്കറിയാം. അത് നമ്മൾ പടിപടി പുസ്തകത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ മനസ്സും തകർന്ന, മനസ്സും അടുത്ത അപ്പോസ്തലന്മാരെ ഒരുമിച്ച് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അവരുടെ മേൽ ഉണ്ടാകുന്നത്.
പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിൻ്റെ തീച്ചുളകളിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മ നമുക്കിന്ന് ഒത്തിരി നന്മകൾ നേരുന്നുണ്ട്. നമ്മുടെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ സഹനത്തിനൊരു അർത്ഥമുണ്ട്. സഹനങ്ങളൊന്നും പാഴായി പോകുന്നില്ല, ഒരു സഹനവും പാഴായി പോകും. അതിൻ്റെ പങ്ക് നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പോലും നമുക്ക് അമ്മമാരും അപ്പന്മാരും ആകാനുള്ള ആ വിളിയെ സ്വീകരിക്കാൻ സാധ്യമാണോ എന്നുള്ളൊരു വെല്ലുവിളിയും ചോദ്യവുമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.